ആറാമത്തെ അധ്യായം വിരക്തി വിളക്കം. വിരക്തിയെ വിളക്കേണ്ടതിൻ്റെ ആവശ്യകത, വിരക്തിയെ പ്രകാശിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് പറയുന്നത്. 3, 4, 5 അധ്യായങ്ങൾ എങ്ങനെയാണ് സാധനകളെ ഒടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നിനോടുമുള്ള സ്വാഭാവിക വിരക്തി വന്നു ചേരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനിടയിൽ ഒരു സംശയം ഉന്നയിച്ചിരുന്നല്ലോ, അപ്പോൾ സാധനങ്ങളെല്ലാം നിർത്തണോ എന്ന്. 3, 4, 5 അധ്യായങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ട് സാധനങ്ങളെല്ലാം നിർത്തണോ എന്ന് ചോദിച്ചിരുന്നല്ലോ. ഈ സാധനങ്ങളെല്ലാം തുടരുക തന്നെ വേണം. നിങ്ങൾ തീവ്ര സാധകനാണെങ്കിൽ ഒരു ഘട്ടത്തിൽ സാധനാവിരക്തി സ്വാഭാവികമായും വന്നു ചേരും. അതുവരെ സാധനയിലുള്ള ആഗ്രഹവും താല്പര്യവുമെല്ലാം അവിടെ ഉണ്ടാകും. നമ്മൾ ബലം പിടിച്ച് ഒടിച്ചു കളയുകയല്ല, സ്വാഭാവികമായി ഒഴിയാൻ അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇതെല്ലാം ഒഴിയേണ്ടതാണ് എന്നുള്ള ഒരു ധാരണ നമ്മിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഈ സാധന ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതല്ല തൻ്റെ ലക്ഷ്യം. സാധന വഴി മാത്രമാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. സ്വാഭാവികമായും അത് ഒഴിഞ്ഞുകൊള്ളും. വീണ്ടും പറയുകയാണ്, ഒഴിവിലൊടുക്കമെന്ന് പറയുന്ന ഈ ഗ്രന്ഥം തീവ്ര പക്വന്മാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതുമാത്രം മതി എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്ന അതിതീവ്ര പക്വന്മാർക്കൊക്കെ ഉള്ളതാണ് ഈ ഗ്രന്ഥം. എങ്കിലും ഇത് കേൾക്കുന്നത് ആ തീവ്ര പക്വതയിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഒന്നിലും ബലം പിടിക്കേണ്ട, നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞുകൊള്ളും. അപ്പോൾ വിരക്തി വിളക്കം. അറിന്തവിടത്തിൻപ തുன்பമാകാതതും മറന്തവിടത്തിൻപമയക്കും അറിந்த വലിയറിവ് നീ என்றான் അദ്വൈതാനന്ദമുലയേ അമുദമുണ്ട മുക്തി. അമുദമുണ്ട മുനി എന്നാണ്. അദ്വൈതാനന്ദ മുലൈ അമുദമുണ്ട മുനി. ആത്മസ്വരൂപത്തെ അഥവാ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് അതായിട്ട് തന്നെ നിലകൊള്ളുമ്പോൾ അവിടെ തുമ്പവും ഇമ്പവും ഉണ്ടാകയില്ല. സുഖം ദുഃഖം എന്നീ ദ്വൈതാവസ്ഥകൾ ഇല്ലാതെയാകുന്നു. എന്നാൽ ആ ബ്രഹ്മനിലയെ കൈവിട്ട് വീണ്ടും ജീവബോധത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വിഷയങ്ങൾ വന്നു ഭവിച്ച് ഈ സുഖദുഃഖാദികളിലേക്ക് നമ്മൾ പതിക്കും. എന്നാൽ ഈ രണ്ടവസ്ഥകളെയും, അതായത് സുഖദുഃഖങ്ങളില്ലാത്ത ബ്രഹ്മമായിരിക്കുന്നതും സുഖദുഃഖങ്ങളുള്ള ജീവനായിരിക്കുന്നതും രണ്ടും നീ തന്നെ എന്ന് അറിഞ്ഞുകൊള്ളുക. ഇത് രണ്ടും നീ തന്നെയാണ്. ബ്രഹ്മനിൽ നിന്നും വേറിട്ട് മറ്റൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജീവനും ബ്രഹ്മം തന്നെ. ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടവസ്ഥകളും ബ്രഹ്മം തന്നെ, സ്വയം താൻ തന്നെ എന്ന് മനസ്സിലാകും. ബ്രഹ്മവും മായയും താൻ തന്നെ, ബ്രഹ്മവും മായയും താൻ തന്നെ എന്ന് ആര് പറയുന്നു? അദ്വൈതാനന്ദ മുലൈ അമുദമുണ്ട മുനി പറയുന്നു. അദ്വൈതാനന്ദാമൃതം നുകർന്ന ഗുരു പറയുന്നു. ബ്രഹ്മവും മായയും രണ്ടല്ല, അത് ഒന്ന് തന്നെയാണ്. ആ ഒന്ന് നീ തന്നെയാണ് എന്ന് ഗുരു പറഞ്ഞു തരുന്നു. അറുസമയത്തോർക്ക് അറുതിയിട്ട കൂടൽ തുറവായി അവാറുത്തൽ തൂയ്മൈ പിറവാ മുടികളശ മുക്തിമുയർച്ചയെല്ലാം മൂത്ത കടൈ കരുമനാശമിത് കാൺ. ജ്ഞാനമാർഗത്തിലേക്ക് എത്തേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഷൺമതങ്ങളും കൂടർ സംഘങ്ങളും അതുതന്നെ പറയുന്നു. ഷൺമതങ്ങൾ ഏതൊക്കെയാണ്? ഗാണവത്യം, ശൈവം, വൈഷ്ണവം, ശാക്തം, കൗമാരം, സൗരം എന്നിങ്ങനെയുള്ള 6 വിധ സങ്കല്പാരാധനകൾ, രൂപാരാധനകൾ നടത്തുന്നവരും കൂടർ സംഘങ്ങൾ അഥവാ വിദ്വൽ സഭകളും ഒന്നുപോലെ സമ്മതിക്കുന്നു. എന്ത്? അവസാനം ജ്ഞാനമാർഗം തന്നെയാണ് വഴി എന്നത് അവർ എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്നു. കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞ് സ്വാഭാവിക വിരക്തി വന്ന്
ചുമ്മാ ഇരി എന്ന അവസ്ഥയിൽ മാത്രമേ നമുക്ക് ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ, പ്രകാശിക്കുകയുള്ളൂ. ആ അറിവിലടങ്ങിയാലേ മുക്തിയുമുള്ളൂ. അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം. അപ്പോൾ അങ്ങോട്ടേക്ക് എത്താനായിട്ട് നമ്മൾ യത്നിക്കുക. വാശിക്ക് ചാവീരർ എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകം നോക്കുക. നമ്മൾ ചാവേറുകളെ ശ്രദ്ധിക്കുക. അവർ ഉറച്ച മനസ്സോടെ വാശിയോടെ മരിക്കാൻ സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത്. അത്ര തീവ്രമായ ഒരു ഉറപ്പിൽ നിൽക്കുകയാണ്. അവരെ ആരെങ്കിലും കളിയാക്കിയാൽ ഒട്ടും തന്നെ സഹിക്കാത്തതുപോലെയാണ് തീവ്രവിരക്തരായവർ അവനെ ലോകസുഖങ്ങൾ കാട്ടി മയക്കാൻ ശ്രമിക്കുന്നത്. തീവ്രവിരക്തരായവരെ ലോകസുഖങ്ങൾ കാട്ടി മയക്കാൻ സാധിക്കയില്ല. അവരതിനെ വിഷമെന്ന പോലെ തട്ടിക്കളയും. വിരക്തനായിരിക്കുന്നവൻ്റെ മുമ്പിൽ കുറേ ധനം വെച്ചിട്ട് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ വിഷയസുഖങ്ങൾ എന്തെങ്കിലും കൊണ്ടുവച്ച് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചാൽ വിരക്തനത് വിഷം പോലെയേ തോന്നുകയുള്ളൂ. അയാളത് തട്ടിക്കളയും. ഒരൊട്ടകം രുചിയുള്ളതും മൃദുവുമായ ഭക്ഷണം കിട്ടിയാലും അത് കഴിക്കാതെ മുള്ളുകൾ നിറഞ്ഞ ഭക്ഷണം സ്വീകരിക്കുന്നത് പോലെ ആണ് ഒരു വിരക്തൻ രുചികളെ ഒഴിവാക്കുന്നതെന്നാണ് വള്ളലാർ സ്വാമി ഉദാഹരിക്കുന്നത്. ശരീരത്തെ പുഷ്ടിപ്പെടുത്തിയും അതിൻ്റെ സുഖങ്ങളെക്കുറിച്ച് ചിന്തിച്ചും നടക്കുന്ന മന്ദന്മാർക്കുള്ളതല്ല ജ്ഞാനവഴി എന്നാണ് ഗുരു പറയുന്നത്. അത് സുഖങ്ങളെ വർജിച്ച് സകല കല്ലും മുള്ളും വിഴുങ്ങാൻ ധൈര്യമുള്ള ധീരവിരക്തനുള്ളതാണ്. അവർക്ക് മാത്രമേ മുക്തി വരികയുള്ളൂ. ഇതാണ് വിരക്തി വിളക്കം പറയുന്നത്. നമ്മൾ ഈ സുഖങ്ങളെയെല്ലാം ചേർത്ത് വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്മസുഖത്തിനായിട്ടാണോ? അല്ല, അത് കുറച്ചു നേരത്തേക്കുള്ള ഇന്ദ്രിയ മന ശരീര സുഖങ്ങൾക്കായിട്ടാണ്. അതിൽ മുഴുകി കഴിയുന്നവർക്ക് ആത്മസുഖം എന്നത് ലഭിക്കുകയേയില്ല. നമുക്ക് തീവ്രവിരക്തി ഉണ്ടാകണമെങ്കിൽ ഈ സുഖങ്ങളെക്കുറിച്ചും ഈ സുഖങ്ങളുടെ നൈമിഷികതയെക്കുറിച്ചും നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ചിന്തിച്ച്, സത്യസന്ധമായി ചിന്തിച്ച് മനനം ചെയ്ത് അതിൻ്റെ പൊരുൾ അറിഞ്ഞ് അതിനെ നീക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ചിന്തയിൽ പോലും കാപട്യം കൊണ്ടുവരാറുണ്ട്. കാര്യം നമ്മുടെ തന്നെ സത്യത്തെ നമുക്ക് ചിന്തിച്ചാൽ ഭയമാകുന്നു. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്ത പോലും കളവുള്ളതാവാൻ നാം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങേയറ്റം സത്യസന്ധതയോടെ മനസാക്ഷിയോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. അപ്പം ഈ സുഖങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് അതിൻ്റെ പൊരുൾ അറിഞ്ഞ് അതിനെ നീക്കേണ്ടിയിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുന്നതും ശ്രവിക്കുന്നതും എല്ലാം അതിനു വേണ്ടിയിട്ടാകണം. സത്സംഗം കേൾക്കുന്നതും എല്ലാം ഇതിനു വേണ്ടിയിട്ടായിരിക്കണം. പാശം കഴன்றாൽ പശുവുക്ക് ഇടം പതിയാം ഊശൽവടം കഴன்றതുമൊവ്വാതോ. ഊഞ്ഞാലിൻ്റെ കയറ് പൊട്ടിയാൽ ഊഞ്ഞാലിൽ ഇരിക്കുന്നയാൾ ഭൂമിയിൽ പതിക്കുന്നത് പോലെ ആശാപാശമറ്റാൽ പശു അഥവാ ജീവൻ പശുപതി അഥവാ ബ്രഹ്മത്തിൽ നിപതിക്കും. പற்றுതൽ അഥവാ ഒട്ടൽ, വാസന ഏതിനോടെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം അറ്റുപോകണം. എങ്കിൽ മാത്രമേ സംസാരചക്രത്തിൽ നിന്ന് നമുക്ക് മുക്തിയുള്ളൂ. ഉനക്ക് മെയ്യായി തോன்றി ഉഴുത്തുവിടും പാശം വിനയിച്ചടമേ എന്നിൽ വിടമ്പോ. നിനക്കൊരിക്കൽ ശരീരം അഥവാ മായാബദ്ധമായ സംസാരം സത്യമാണ് എന്ന് തോന്നിയിരുന്നു. നീ ഈ ശരീരവും ചുറ്റും കാണുന്നതും എല്ലാം സത്യം എന്നങ്ങ് വിശ്വസിച്ചു.
എന്നാൽ അത് ദുഃഖമയമായ മായ എന്നറിയുമ്പോൾ അതിനെ ത്യജിക്കുവാനായിട്ട് പരിശ്രമിക്കണം, മായാമുക്തമാവാൻ പരിശ്രമിക്കണം. ഗുരു നിന്നെ ഈ സത്യം അറിയിച്ചിട്ടും നീ അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിന്റെ അവസ്ഥ വിഷം കുടിച്ച് അതിൽ മയങ്ങിക്കിടന്ന് ദുഃഖിക്കുന്നവനെ പോലെയാണ് എന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. നിന്റെ ഉണ്മയെ മറയ്ക്കുന്ന അവിദ്യയാണ് വിദ്യയ്ക്ക് അഥവാ സ്വനിലയ്ക്ക് തടസ്സമായിരിക്കുന്നത്. അതിനാൽ ശരീരബദ്ധമായ ലോകബദ്ധമായ അവിദ്യയെ മനഃപൂർവ്വം മാറ്റിക്കളയേണ്ടതാണ്. പരിശ്രമിച്ച അവിദ്യയെ അകറ്റണം, എങ്കിലേ സ്വരൂപജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. ശിറ്ററിവിനായി മറൈപ്പേ ചേർന്ന വടിവ്. ബ്രഹ്മം അഥവാ സ്വരൂപം ഒരു ശുദ്ധ സ്ഫടികം പോലെയാണ്. സ്ഫടികം അതിൽ വീഴുന്ന വർണ്ണങ്ങളെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ആ നിറങ്ങളെ തന്നോട് ഒട്ടിച്ചേർക്കുന്നില്ല. അതുപോലെ ഇന്ദ്രിയബദ്ധമായ ശരീരത്തോട് ചേർന്നിരുന്ന് അതിനെ കേൾപ്പിക്കുകയും ചലിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ബ്രഹ്മം ഒന്നിനോടും ഒട്ടുന്നില്ല. അത് ശുദ്ധമായി നിലകൊള്ളുകയാണ്. അങ്ങനെയുള്ള ശുദ്ധസ്വരൂപമാണ് നീ. നീ സ്വയം ബ്രഹ്മം മാത്രമാണ്, ആ ശുദ്ധസ്വരൂപം മാത്രമാണ്. അതറിയുവാനുള്ള വഴിയാണ് പറയുന്നത്. അതിന് നീ നിൻ്റെ 3 വിധമായ ഭാവങ്ങളെ അറിഞ്ഞുകൊള്ളുക: രൂപം, സ്വരൂപം, സ്വഭാവം. ഇതെങ്ങനെയാണ് ഉദിക്കുന്നതെന്ന് കാണുക. നിനയിപ്പ് മറപ്പറ്റ് നിറൈந்த അറിവായി അനൈത്തുടനും നിன்றம் പരമായി. നിനയിപ്പ് മറൈപ്പറ്റ് നിറൈந்த അറിവായി അനൈത്തുടനും നിன்றമ്പരമായി. നിനയിപ്പ്, മറൈപ്പ് അതായത് സ്മൃതി, വിസ്മൃതി, ഭ്രാന്തി എന്നിങ്ങനെയുള്ള 3 അവസ്ഥകളെയും കളഞ്ഞ് അമ്പരം പോലെ, ആകാശം പോലെ വിസ്തൃതമായ അറിവായി സകലത്തിനും ആത്മാവായി നിന്ന് പക്വന്മാർക്ക് ആത്മബോധത്തെ അരുളുന്ന മധുര ശർക്കര തുണ്ടുപോലെയുള്ള ബ്രഹ്മത്തിനും ശിവത്തിനും 3 ഭാവങ്ങളെ കൽപ്പിക്കുന്നു. ഏതൊക്കെയാണ് ആ 3 ഭാവങ്ങൾ? സത്, ചിത്, ആനന്ദം. സത് സഹജനില അഥവാ ശുദ്ധനില, ചിത് ബോധനില, ആനന്ദം ആനന്ദനില. ഇതിൽ ആനന്ദനില, അത് കഴിഞ്ഞ് ആനന്ദത്തെ അനുഭവിക്കുന്ന ബോധനില, ഇത് രണ്ടും കടന്ന് സത് അഥവാ ശുദ്ധനില. ആ ശുദ്ധനിലയിൽ നിന്ന് ബോധമുദിക്കുന്നു. ആ ബോധത്തിൽ ആനന്ദം ഉളവാകുന്നു. അപ്പോൾ ഏറ്റവും ആദിയായ, ഏറ്റവും സൂക്ഷ്മമായ പൊരുളായ ശുദ്ധനില, അതിൽ നിന്നാണ് ബോധമുണ്ടായിരിക്കുന്നത്. ആ ബോധനിലയിലാണ് ആനന്ദം ഉളവായിരിക്കുന്നത്. അപ്പോൾ ആ ശുദ്ധനിലയെ പ്രാപിക്കണമെങ്കിൽ ലോകവിഷയങ്ങളിൽ ബദ്ധരായി ക്ലേശിക്കുന്ന ഈ കർമ്മേന്ദ്രിയങ്ങളാലുള്ള അറിവുകളെ ഇല്ലാതാക്കി, അതായത് ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുമുള്ള പ്രവർത്തനങ്ങളെ കുറച്ച് നിർവിഷയിയായി പരമമായ ജ്ഞാനം അഥവാ സ്വനില തന്നെ സത്യം എന്നറിഞ്ഞിരിക്കുന്നതാണ് ആത്മശുദ്ധി. നമ്മൾ ആത്മശുദ്ധി എന്ന് പറയുമല്ലോ, ഇതാണ്. നമ്മുടെ മറ്റ് കർമ്മങ്ങളെയെല്ലാം കുറച്ച് വിഷയങ്ങളെയൊക്കെ ഇല്ലാതാക്കി സ്വനില അല്ലെങ്കിൽ പരമമായ സത്യം എന്താണോ അത് മാത്രമായിരിക്കുന്നതാണ് ആത്മശുദ്ധി. സൃഷ്ടിസ്ഥിതി സംഹാരം തുടങ്ങിയ കർമ്മങ്ങളും മറ്റ് കർമ്മങ്ങളും എല്ലാം നടക്കുമ്പോഴും ബ്രഹ്മം ഇതിലൊന്നും ഒട്ടലില്ലാതെ വർത്തിക്കുന്നത് പോലെ നാം ലോകവിഷയങ്ങളിൽ കലരാതെ നിസ്സംഗരായിരുന്നുകൊള്ളുക. ഈ പ്രപഞ്ചത്തെയും ഇതിൻ്റെ ജീവനുകളെയും കൂരിരുളിൽ മിന്നാമിനുങ്ങെന്ന പോലെയാണ് ഞാൻ ദർശിക്കുന്നത്. അവ സൂര്യോദയത്തോടെ ഇല്ലാതാകുന്നത് പോലെയാണത്. ജ്ഞാനിക്ക് അവിദ്യ ഒട്ടും തന്നെ അവശേഷിക്കയില്ല. അത് ഉച്ച നിഴൽ പോലെയാണ്. നട്ടുച്ച നേരത്ത് നിഴലില്ലാതാകുന്നത് പോലെ
ഈ ലോകലീലകളുടെ എല്ലാം മധ്യത്തിൽ ജ്ഞാനി നിശ്ചലമായിരിക്കുന്നു. മെയ്യാകത്തോன்றிடும் പൊയ്യേ വിചാരിക്കിൽ പൊയ്യായി സുവർ പാമ്പായി പോമെன்றേ. മെയ്യാകത്തോன்றிடும் പൊയ്, ഉടൽ അഥവാ ലോകം മിഥ്യയാണ് എന്നൊക്കെ നാം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് സത്യമാണ് എന്നൊരനുഭവം ജീവനുകൾക്ക് അവശേഷിക്കുന്നുണ്ട്. നമ്മളിങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, ഗുരു പറയുന്നു ഇതെല്ലാം മിഥ്യയാണെന്ന്. പക്ഷേ എനിക്കെൻ്റെ ശരീരം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട പ്രാരാബ്ദങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് അസത്യമാകുന്നത് എന്നൊരനുഭവം ജീവനുകൾക്ക് അവശേഷിക്കും. ആ മിഥ്യാനുഭവത്തെ, ആ മിഥ്യാചിന്തയെ മാറ്റണമെങ്കിൽ തത്വത്തെ വിചാരം ചെയ്യണം. തത്വബോധം ഉണ്ടാകുമ്പോൾ ഈ ലോകം ചുവരിൽ കോറിയിട്ടിരിക്കുന്ന ഒരു പാമ്പ് പോലെ മിഥ്യയാണ് എന്ന് മനസ്സിലാകും. അതായത് ഒരു ചുവരിൽ വരച്ചിട്ടിരിക്കുന്ന പാമ്പാണത്, യഥാർത്ഥ പാമ്പല്ല എന്ന് നമുക്ക് മനസ്സിലാകും. കർമാനുഷ്ഠാനം കൊണ്ട് നമുക്ക് സത്യത്തെ പ്രാപിക്കാൻ കഴിയുകയില്ല. അതൊരു തൂണിൽ കള്ളനെ ദർശിക്കുന്നത് പോലെയാണ്. എ ഹോസ്റ്റ് ഇൻ എ പോസ്റ്റ് എന്ന് പറയുമല്ലോ, ഒരു തൂണിലൊരു കള്ളനെ ദർശിക്കുന്നത് പോലെയാണ്. എ ഹോസ്റ്റ് ഇൻ പോസ്റ്റ് എന്നാണ് അത് പറയാം. ആ കള്ളനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഇല്ലാത്ത കള്ളനെ പിടിക്കാൻ നോക്കുന്നത് പോലെ അത്. അതുകൊണ്ട് ക്രിയകൾ കൊണ്ടൊന്നും ജ്ഞാനം ഉദിക്കയില്ല എന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. ഉലകത്തെ മായാ ഉടലേ പൊയ്യെൻറാൽ അലകൈത്തേർ പോലറിവതല്ലാൽ. ഈ ഉലകത്തെയും ഉടമ്പിനെയും പ്രപഞ്ചത്തെയും ശരീരത്തെയും മരുഭൂമിയിലെ മരീചിക പോലെ അസത്യമെന്നറിഞ്ഞുകൊള്ളുക. മരുഭൂമിയിൽ ഉള്ളതായി തോന്നുന്ന ജലം അവിടെ ഒരിക്കലും ഇല്ലാത്തതാണ്. പക്ഷെ ആ തോന്നൽ അവിടെ ഉണ്ട്, അതവിടെ കാണപ്പെടുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. അതുപോലെ ഈ ലോകമുണ്ട് എന്നതും ശരീരമുണ്ട് എന്നതും ഒരു തോന്നലാണ്. അത് തോന്നലാണ് എന്ന് കേട്ടാലും ആരെങ്കിലും പറഞ്ഞു തന്നാലും അത് മറയുകയില്ല. തൻ്റെ ശരീരത്തിന് തീ പിടിച്ചതായി ഒരാൾ സ്വപ്നം കാണുകയാണ്. അയാൾ സ്വപ്നത്തിൽ അത് അനുഭവിക്കുകയാണ്. തൻ്റെ ശരീരം തീ പിടിച്ച് വേകുന്നതായിട്ടും അതിൻ്റെ നീറ്റലും ഭയവും എല്ലാം അയാൾ സ്വപ്നത്തിൽ അനുഭവിക്കുകയാണ്. ആ അനുഭവം അയാൾ ഉണരുമ്പോൾ മാത്രമേ ഇല്ലാതാവുന്നുള്ളൂ. അയാൾ ആ സ്വപ്നത്തിൽ നിന്നും ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ മാത്രമേ ആ പേടി സ്വപ്നം ഇല്ലാതാകുന്നുള്ളൂ. അതുപോലെയാണ് സ്വരൂപനിലയെ പ്രാപിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആത്മജ്ഞാനം ഉദിച്ചാൽ മാത്രമേ ഈ ലോക വിഷയങ്ങളിൽ നിന്നൊരു നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. അതായത് മറ്റു പണികളെല്ലാം നിർത്തി ആത്മജ്ഞാനത്തിലേക്കുള്ള വഴി തേടി അതടഞ്ഞാൽ മാത്രമേ മുക്തി ഉണ്ടാകുന്നുള്ളൂ. അതുവരെ നമുക്കിങ്ങനെ തർക്കിച്ചും ശ്ലോകം ചൊല്ലിയും ശാസ്ത്രം പറഞ്ഞും മായയാണ് മിഥ്യയാണ് എന്നൊക്കെ വാക്കാൽ പറയാമെന്നേ ഉള്ളൂ. രക്ഷ കിട്ടില്ല. രക്ഷ കിട്ടണമെങ്കിൽ മിണ്ടാതെ അവനവൻ്റെ പണിയെടുത്തോളണം. ഇനി നിങ്ങൾ ഈ തത്വങ്ങളെല്ലാം വെറുതെയാണ്, ഈശ്വരൻ ബ്രഹ്മം ഇതെല്ലാം കള്ളമാണ്, ലോകമാണ് സത്യം എന്ന് കരുതുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതാണ് സത്യം എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വെക്കുക. അങ്ങനെയുള്ള ഒരാൾ ഈ വഴി അന്വേഷിക്കേണ്ടതേ ഇല്ല എന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. അങ്ങനെ വിചാരിക്കുന്നവർ ആ വഴിക്കങ്ങ് പൊയ്ക്കൊള്ളുക. നമ്മുടെ അല്പമായ ബുദ്ധിയും പരിമിതമായ ചിന്താശേഷിയും കൊണ്ട് ഈ അറിവിനെ സംശയിക്കുന്നുവെങ്കിൽ അതൊട്ടും നല്ലതല്ല എന്നാണ് വള്ളലാർ പറയുന്നത്. അത് ഇരുട്ടിനെ അകറ്റി വെയിൽ പ്രകാശിക്കുമ്പോൾ ഇത് പകൽ തന്നെയോ വെളിച്ചം തന്നെയോ എന്ന് സംശയിക്കുന്നത് പോലെയാണ്. വെളിച്ചം പരന്ന് കിടക്കുകയാണ്, എങ്കിലും സംശയിക്കുക ഇത് വെളിച്ചം തന്നെയോ പകൽ തന്നെയോ എന്ന്. എത്ര ബാലിശവും മൂഢത്വവുമാണത്. അതുപോലെയാണെന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. വേണ്ടാ പിറപ്പെன்ற വാർത്തയിനിന്മേ വിടയം തീണ്ടാതതിലേ തെരിയാതെ. വേണ്ടാ പിറപ്പ്, ഇനി ഈ സംസാരചക്രം വേണ്ട, ഇനിയൊരു ശരീരം വേണ്ട, പിറവി വേണ്ട എന്ന് ജ്ഞാനിയും അജ്ഞാനിയും ഒരുപോലെ പറയാറുണ്ട്. ജ്ഞാനി എന്തുകൊണ്ടാണ് പറയുന്നത്?
ഈ കാര്യം മനസ്സിലായതുകൊണ്ടാണ് പറയുന്നത്. അജ്ഞാനി എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ സംസാരത്തിൻ്റെ ദുഃഖങ്ങളെ അനുഭവിക്കുമ്പോഴാണ് പറയുന്നത്, ഓ ഇനി എനിക്കൊരു ജന്മം വേണ്ട. ഈ രണ്ടു കൂട്ടരും, അതായത് ജ്ഞാനം സിദ്ധിച്ചവനും ജ്ഞാനി എന്ന് നടിക്കുന്നവനും, അതായത് വാസുദേവനും പൗണ്ഡ്രക വാസുദേവനും ഇത് പറയാറുണ്ട്, ഇനി ശരീരം വേണ്ട, പിറപ്പ് വേണ്ട എന്നൊക്കെ. ഇത് കേട്ടിട്ട് സാമാന്യജനം ഇതിൽ വാസുദേവൻ ഏത് പൗണ്ഡ്രകൻ ഏത് എന്നറിയാതെ വലയും. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാനുള്ള വഴിയും വള്ളലാർ സ്വാമി പറയുന്നുണ്ട്. ഇവരുടെ രീതികളെ ശ്രദ്ധിച്ചാൽ മതി അത് മനസ്സിലാക്കാം. ജ്ഞാനി പ്രത്യേകിച്ച് ഒരാശയം ഇല്ലാത്തതാകയാൽ അവർക്ക് ശരീരം ഒരു ഭാരമായിട്ട് ശത്രുവായിട്ടും ഒക്കെ ഇരിക്കും. അവർക്ക് ശരീരബദ്ധമായ അഹന്തയും ഇല്ല, മമതയും ഇല്ല. അവർക്ക് പേരും വേണ്ട, പ്രശസ്തിയും വേണ്ട, ആരും തന്നെ ഗുരുവെന്നും വിളിക്കേണ്ട, ശിഷ്യത്വവും വേണ്ട, ലഘുത്വവും വേണ്ട. അവർക്ക് ധനവും വേണ്ട, ദാരിദ്ര്യവും വേണ്ട. എന്നാൽ അജ്ഞാനി അഥവാ ജ്ഞാനി എന്ന് നടിക്കുന്നവനോ ഇതിൻ്റെ എല്ലാം നേർവിപരീതമാണ്. അവർക്ക് വേഷം വേണം, ഗൃഹം വേണം, ധനം വേണം, ബിസിനസ് വേണം, ഭാര്യയ്ക്ക് സ്വർണം വേണം, ഭർത്താവിന് കാറ് വേണം, മക്കൾ ഡോക്ടറാകണം, തനിക്ക് ഗുരുവാകണം, ശിഷ്യന്മാർ വേണം, തന്നെ ആരെങ്കിലുമൊക്കെ പാദ നമസ്കാരം ചെയ്യണം, അത് 10 പേര് കാണണം. അപ്പോൾ ആസക്തികളെ ഇല്ലാതാക്കി താൻ ശരീരമല്ല എന്ന ബോധത്തെ അറിഞ്ഞ് ഉറച്ചിരിക്കുന്നവരെ പ്രകൃതം കൊണ്ടറിയാൻ സാധിക്കുമെന്നാണ് വള്ളലാർ സ്വാമി പറയുന്നത്. പ്രകൃതം കൊണ്ടറിയാൻ സാധിക്കും. ഇതാണ് വിരക്തി വിളക്കം എന്ന് പറയുന്ന അധ്യായത്തിൽ വള്ളലാർ സ്വാമി പറഞ്ഞിരിക്കുന്നത്.